സിറ്റിസൺ സെൻട്രിക് റിഫോം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ്സ് ഗുഡ്. കേരളം ഓൾറെഡി അച്ചീവ് ചെയ്ത, കേരളം ഓൾറെഡി ഏറ്റവും ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള മേഖലയാണ് സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്ന് പറയുന്നത്. വി ആർ ദെയർ. അത് പിണറായി സർക്കാരിൻ്റെ നേട്ടമാണെന്ന് പറയരുത്. എത്രയോ കാലത്തെ, എത്രയോ ആളുകളുടെ, എത്രയോ അധ്വാനമാണ് ഇന്ന് കേരളം നേടിയിട്ടുള്ള സിറ്റിസൺ സെൻട്രിക് ഈ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു. അത് ഞാനാണ് ചെയ്തത്, എൻ്റെ മിടുക്കാണെന്ന് പറഞ്ഞത് ശരിയാണോ? സോ ബി ട്രാൻസ്പെറൻറ്റ്, ബി ഓണസ്റ്റ്. ഇനി ഇതല്ല, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. വി ക്യാൻ ആൻസർ. ദിസ് ഈസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ. കേരളത്തിന് റാങ്ക് നമ്പർ 1 ഇട്ടത് മറ്റാരുമല്ല, വ്യവസായ മന്ത്രി തന്നെയാണ്. ലക്കിലി അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞത് ഇതാണ്. ഓണസ്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞ അതേ വാചകം. പക്ഷേ ഇത് അദ്ദേഹം റെക്കോർഡിക്കലി വന്ന് കണ്ടിട്ടുണ്ടാവില്ല. This time not only is Kerala in the top achievers category, but we are also the state that has topped in 9 of 30 reform patterns, the most among states in the country. Adum correct ആയിരിക്കും. In a sense we can call ourselves first among equals. ഇത്രയും പറഞ്ഞിരുന്നെങ്കിൽ ഫെയർ ഇനഫ്. പക്ഷേ അതിന് പകരം കേരളം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്കിത് എക്സ്പോസ് ചെയ്ത് നിങ്ങളുടെ കള്ളത്തരം എക്സ്പോസ് ചെയ്യേണ്ടി വരുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ നോട്ട് പ്രൗഡ് ഓഫ് കേരളാസ് അച്ചീവ്മെൻറ്റ്. കേരളം നേടുന്ന എല്ലാ നേട്ടങ്ങളും അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാണ്ട് കേരളം നിങ്ങളുടെ മാത്രമാണ് എന്ന് നിങ്ങൾ ധരിക്കണ്ട. ഞങ്ങളുടെയും ഒക്കെ വലിയ ഹാർഡ് വർക്കും ഞങ്ങളുടെയൊക്കെ വലിയ കോൺട്രിബ്യൂഷനും ഈ പാർട്ടിയുടെയും ഈ മുന്നണിയുടെയും ഒക്കെ ഉള്ള ആണ് കേരളം. കേരളത്തിൻ്റെ എല്ലാ നേട്ടങ്ങളെയും ഞങ്ങൾ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കും. അങ്ങനെയുള്ള സംശയമൊന്നും വേണം. ഇനി അങ്ങനെ അടുത്ത നെറേറ്റീവായിട്ട് വരാൻ നിൽക്കണ്ട. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തൊക്കെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നെ എണ്ണി പറഞ്ഞില്ല എങ്കിൽ നിങ്ങളിങ്ങനെ ഒരു പ്രചരണമായിട്ട് മുമ്പോട്ട് പോകും. ജനങ്ങളെ ഇങ്ങനെ അങ്ങ് ധരിപ്പിക്കും. ഇതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. അതുകൊണ്ടാണ് ഇത് എക്സ്പോസ് ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ. അല്ല, ഞാൻ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. തരൂരിൻ്റെ ലേഖനത്തിൽ ഹീ കോട്ടഡ് രാജീവ്. അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അതുകൊണ്ട് തരൂരിന് നമുക്ക് ജസ്റ്റിഫൈ. പക്ഷേ രാജീവ് പറഞ്ഞ ഇങ്ങനെയായിരുന്നു. രാജീവ് പറഞ്ഞത് ശശി തരൂരിനെ അടക്കം കബളിപ്പിക്കുന്ന രീതിയിലായിരുന്നു. രാജീവിനെ കോട്ട് ചെയ്ത് പറയുമ്പോൾ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ വി കനോട്ട് ബ്ലെയിം ഹിം ഫോർ ദാറ്റ് മിസ്റ്റേക്ക്. പക്ഷേ ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. അല്ല, വ്യവസായ മേഖലയിൽ കേരളത്തിന് ഇപ്പം ഈ അടുത്ത കാലത്തും ഒരു ഇതുകൊണ്ടായിട്ടുള്ള പറയാം. പക്ഷേ ഗ്ലോബൽ എക്കോസിസ്റ്റത്തിൻ്റെ കമ്പാരിസൺ പാറ്റേൺ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രോത്തുള്ള 10 റെഫറൻസ് ഉണ്ട്. കേരള ഇസ് നോട്ട് ദെയർ. ബെയ്ജിംഗ് ഉണ്ട്, ഷെയ്സിംഗ് ഉണ്ട്, എനിക്കൊരു ബാംഗ്ലൂർ ഉണ്ടെന്നിരിക്കുന്നു, ബാംഗ്ലൂരുണ്ട്, ഇതുണ്ട്. പക്ഷേ കേരള ഇസ് നോട്ട് ദെയർ. അത് മനസ്സിലാക്കുക. ഗ്ലോബൽ എക്കോസിസ്റ്റത്തിൻ്റെ അവർ ആ കാറ്റഗറി വെച്ച് അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത ഫസ്റ്റ് 10 ആണോ 20 ആണോ, ഫസ്റ്റ് 20 ആണോ എന്ന് സംശയമുണ്ട്. അതിന് ടു കറക്റ്റ്. അതിൻ്റെ അകത്ത് അതില്ല. ഈസ് നോട്ട് ദെയർ. സോ അതാണ് അതിൻ്റെ ഫാക്ട്. തരൂരിൻ്റെ മിസ്റ്റേക്ക് പറ്റിയത് എവിടെയാണെന്നറിയോ? തരൂർ ഹീ കോട്ടഡ് രാജീവ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതെ, ഹിയർ ആർ ദ ഏഷ്യൻ എക്കോസിസ്റ്റം മെൻഷൻഡ് ഇൻ ദ റിപ്പോർട്ട് along with their ecosystem values H2 21-23. Beijing, Bangalore, Delhi, Hong Kong, Jakarta, Kuala Lumpur, Seoul, Shanghai, Shenzhen, Singapore, Tokyo, Wuhan, Nanjing, Wuxi. ഇതല്ലാണ്ട് ഇതിൻ്റെ കേരള ഇല്ല. യു ക്യാൻ ചെക്ക് ആൻഡ് വെരിഫൈ. ഗ്ലോബൽ എക്കോസിസ്റ്റം റെഫർ ചെയ്തിരിക്കുന്നത് ടോപ്പ് 40 ഗ്ലോബൽ ലീഡേഴ്സിലില്ല. ടോപ്പ് 200 എമർജിംഗ് എക്കോസിസ്റ്റംസിലും നമ്മളില്ല. അത് ടോപ്പ് 200 എമർജിംഗ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് $200 million വർത്തുള്ളതാണ്. വി വർ നോട്ട് ദെയർ ആക്ച്വലി. ആധികാരികമായ കണക്കുകൾ, നീതിയാകുന്ന കണക്കുകൾ, ആ കണക്കുകളുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ആ ലേഖനത്തിൽ ഈ വാദവും ഉന്നയിക്കുന്നത്. അതിന് തരൂർ വ്യക്തമായി പറയുന്നുണ്ട്, ഈ മേഖലയിൽ മാത്രം, വ്യവസായ മേഖലകളിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി വളരെ ജമ്പുണ്ടായിട്ടുണ്ട്, വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. 28-ൽ നിന്ന് 26 26-ൽ നിന്ന് 1-ലേക്ക് കേരളം വന്നു. അതിനെ നമ്മൾ അംഗീകരിക്കുന്നതാണ് തരൂർ പറയുന്നത്. അല്ല, തരൂര് ഇതിന് ശേഷം ഞാൻ പറഞ്ഞു, പുള്ളിയുടെ ലേഖനത്തിൽ പുള്ളി എഴുതി കറക്റ്റാണ്. അതിൻ്റെ അകത്ത് പുള്ളി പറഞ്ഞത് രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ, അല്ലല്ല ഞാൻ വായിച്ചു,
ഇല്ല, ആ ലേഖനത്തിൽ പറഞ്ഞ ഈ ഡേറ്റകൾ പറയുന്നുണ്ട്. തരൂർ രണ്ടാമത്തെ മാധ്യമങ്ങളോട് സംസാരിച്ച് താങ്കൾ കേട്ടായിരുന്നു. അല്ല, ആ 28, 26, 1 പറയുന്നത് മറ്റേ റാങ്കിങ്ങിനെ കുറിച്ചാണ്. ഗ്ലോബൽ എക്കോ സിസ്റ്റത്തിൽ ഒരിക്കലും കേരളത്തിൻ്റെ ഈ 254% ഗ്രോത്ത് എന്ന് പറയുന്നത് ആ റെഫറൻസ് ഗ്ലോബൽ ആവറേജ് 46% ഉള്ളൂ. ഗ്ലോബൽ ആവറേജ്, അതായത് ലോകത്തെ മുഴുവൻ വളർച്ചാ നിരക്കിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 46%. ആ സമയത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരളം 254% വളർന്നുവെന്നാണ് ക്ലെയിം. അപ്പോൾ അതിൻ്റെ നെറ്റിഗ്രിറ്റി ഇങ്ങനെയുണ്ട ഒരു ഇതുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ റെഫറൻസ് പോലും ഇല്ല. ടോപ്പ് 40 ലീഡേഴ്സിൽ വരാതിരിക്കുമോ? ടോപ്പ് 40 ലീഡേഴ്സിൽ ആ റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ റെഫറൻസ് ഇല്ല എന്നാണ് എൻ്റെ പോയിന്റ്. പക്ഷേ ഈ ഒരു കണക്ക് വെച്ചിട്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ വളരെ ലോ ഇതിൽ നിന്നിട്ട് പെട്ടെന്നൊരു ചെറിയ ഒരു ഇതുണ്ടാക്കി. ഇപ്പോൾ 1 രൂപ കയ്യിലുണ്ടായിരുന്ന ആൾ 10 രൂപ ഉണ്ടാക്കിയാൽ അത് എത്ര ഇരട്ടിയാണ്? 1000 ഇരട്ടിയായി. എന്നുവെച്ചാൽ 1ന്റെ ഇരട്ടി എന്ന് പറഞ്ഞത് 2 രൂപ. അപ്പം അങ്ങനെ 1000 ഇരട്ടി ഗ്രോത്താണ്. 1-ൽ 10 ഉണ്ടാക്കിയ ഒരാളുടെ ഗ്രോത്ത് മാത്രം ഇങ്ങനെ അവർ പ്രൊജക്റ്റ് അവരതിൻ്റെ ഇത് മെൻഷൻ ചെയ്യില്ല. അതേസമയം 5000 രൂപ കയ്യിലുണ്ടായിരുന്ന ഒരാൾ 50% ഗ്രോത്ത് ഉണ്ടാക്കിയാൽ എത്രയായി? 2500 രൂപ കൂട്ടി 7500 രൂപയായി. അപ്പം 5000 ഉള്ളവൻ 2500 ഉണ്ടാക്കി 7500 ഉണ്ടാക്കി. അതിനെ റെഫർ ചെയ്യും, കാരണം ദാറ്റ് മേക്സ് സെൻസ്. 1 രൂപ ഉണ്ടായിരുന്നു 10 രൂപ ഉണ്ടാക്കി എനിക്ക് 1000 ഇരട്ടി ഞാൻ വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതിൻ്റെ ഏതാണ് വിച്ച് മേക്സ് സെൻസ്? ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. 5000 രൂപ ഉണ്ടായിരുന്ന ഒരാൾ 50% വളർച്ച നേടുമ്പോൾ അയാൾക്ക് 7500 രൂപ കയ്യിലുണ്ടായി. 1 രൂപ കയ്യിലുണ്ടായിരുന്നവൻ 10 രൂപ കയ്യിലായി. ഇപ്പോൾ പറയും ഞാൻ 1000% വളർന്നു എന്ന്. 1000% പെർസെൻറ്റേജ് ഇസ് കറക്റ്റ്. കാരണം 1ന്റെ 100% 2 രൂപയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 1000% വളർച്ചയാണ് ഇവിടെ 1 രൂപ എന്നുള്ള 10 രൂപ ഉണ്ടാക്കിയത്. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്, എനി റെഫറൻസ്? അപ്പം അങ്ങനെ കണക്കുകൾ നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാം.